പ്രജിതേ, ഈ ഈ ഖത്തറില് ഇപ്പോ അവരുടെ വ്യാമത്താവളം ഇറാൻ US-ന്റെ വ്യാമത്താവളം പിന്നെ ഈ പറയുന്നത് ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ അത് ഒരു എന്താ നമ്മൾ ചില ഒരു പരീക്ഷണം എന്നൊക്കെ പറയില്ലേ, ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയും, അതാണ് എന്നാണ് ഇപ്പൊ ഈ ആക്രമിച്ചിട്ട് ഈ ഇറാൻ പറയുന്നത്. ഇറാനല്ല, അമേരിക്ക വരെ അത് പറഞ്ഞു കഴിഞ്ഞു. അതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് എന്ന് അമേരിക്ക ഏറ്റെടുത്ത് പറഞ്ഞു, അല്ലേ? എന്നിട്ട് അമേരിക്ക പറയുന്നു അതൊരു കാര്യമൊന്നുമല്ല, ചികിത്സ സംഗതി. അപ്പൊ ആ യുദ്ധത്തിന്റെ വ്യാപ്തി ഇനി വലുതാവും എന്ന് പിന്നെ പേടിക്കുന്നുണ്ടോ ഏതെങ്കിലും? ട്രംപ് പേടിക്കുന്നുണ്ടോ എന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്? അതെ, ട്രംപിന് പേടി ഉണ്ടാവും. ഒരു ഉൾക്കിടിലം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളിലൊരു ഭയം ഉണ്ടാകും. കാരണം ഇപ്പോൾ ഇറാന് ചെയ്യാൻ പറ്റുന്നത് നേരിട്ട് ഡെവലപ്ഡ് നേഷനായിട്ടുള്ള അമേരിക്കയെ ഒരിക്കലും ആക്രമിക്കാൻ പറ്റില്ല. ഒരിക്കലും അമേരിക്കയെ ഡയറക്റ്റ് ആക്രമിക്കാൻ പറ്റില്ല. പകരം അവർക്ക് മിലിറ്ററി ബേസുകൾ എത്ര സ്ഥലങ്ങളിൽ? 128 രാജ്യങ്ങളിൽ, 128 ഇടങ്ങളിൽ US-ന് ഈ സൈനിക താവളങ്ങളുണ്ട്. ഈ GCC എന്ന് പറയുന്ന ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ കൺട്രീസിലെല്ലാം തന്നെ വ്യോമതാവളം ഉണ്ട്. അപ്പൊ ഇറാനെ സംബന്ധിച്ച് പ്രാപ്യമായ നടത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യോമതാവളങ്ങളിൽ അടിയുണ്ടാക്കുക എന്നുള്ളതായിരിക്കും. ആ അടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതവർ ചെയ്തു. പിന്നാലെ തന്നെ ഇപ്പൊ തന്നെ ഇസ്രായേലിലേക്ക് സൈറണൊക്കെ മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിലേക്ക് ഭീകരമായ രീതിയിൽ അവർ അടികൊടുത്തിട്ടുണ്ട്. ഈ യുദ്ധം മൂർച്ഛിക്കുന്ന ഒരവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ ഈ ഇറാൻ തിരിച്ചടിക്കും. കാരണം US അടിച്ചതോടുകൂടി ഇറാന് ക്ഷീണമാണ്. അപ്പൊ അതിന് അവർക്കൊരു പകരം ചെയ്യണമല്ലോ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുള്ള ഒരു പേര് ദോഷം ഉണ്ടാകാതിരിക്കാൻ ഇറാൻ എന്തായാലും അടിക്കുമെന്ന് ഉറപ്പായിരുന്നു. അപ്പൊ ആ അടി എങ്ങനെയൊക്കെ ആയിരിക്കാം. ഒന്ന്, ഹോർമൂസ് കടലിടുക്കില് വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ വ്യോമതാവളങ്ങൾ ആക്രമിക്കുകയായിരിക്കാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. ആ വ്യോമതാവളങ്ങൾ ആക്രമിക്കുമ്പോൾ ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇസ്രായേൽ ഇറാൻ യുദ്ധം അത് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, ഇടപെട്ടു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതായത് ട്രംപിന്റെ കാല് പൊള്ളിത്തുടങ്ങി, ഇരിപ്പിടം പൊള്ളിത്തുടങ്ങി എന്നുള്ളതാണ്. കാരണം ട്രംപ് വരുമ്പോൾ യുദ്ധത്തിനൊന്നും ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ട്രംപിനെ യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വന്നു. അത് ഒന്ന് ഇസ്രായേലും പറഞ്ഞു. കഴിഞ്ഞ ദിവസം അടിച്ചപ്പോൾ പറഞ്ഞല്ലോ, താങ്ക് യു മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് LED ഫ്ലെക്സ് വോളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് അവരുടെ കൂടെ ആവശ്യമാണ്. കാരണം ആ ഒരു 3 കേന്ദ്രങ്ങൾ അടിക്കണമെങ്കിൽ അത് ഇസ്രായേലിന് കഴിയില്ല. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കണമെങ്കിൽ അത് US-ന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ട്രംപിനെ അതിനു വേണ്ടി ഒന്ന് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. അപ്പൊ ഇസ്രായേൽ പറഞ്ഞു. മാത്രമല്ല ഇറാന്റെയും കൂടെ ആവശ്യമാണ് ഇതിലേക്ക് US വരണം എന്നുള്ളത്. യുദ്ധക്കൊതിയനാണ് എന്നൊക്കെയുള്ള ഒരു പേര് കൂടി വരികയും കൂടാതെ ഇറാന് പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഒക്കെയും ഈ പറയുന്ന പോലെ ഫണ്ട് കിട്ടും. ഇതിന്റെയൊക്കെ പേരിൽ ഈ ഇസ്ലാമിക കൂട്ടായ്മകളുടെ ഒരു കാര്യം അങ്ങനെയാണ്. അവർ വളരെയധികം രീതിയിൽ, നല്ല രീതിയിൽ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫണ്ട് കൊടുക്കും. നാശനഷ്ടമൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കും. അപ്പോൾ US-ൽ ട്രംപിന് വലിയ പ്രശ്നമാണ്. US-ൽ ഈ പ്രതിരോധ സെക്രട്ടറി ഇത് തിരിച്ചടി കൊടുത്തല്ലോ. US തിരിച്ചടി കൊടുത്ത സമയത്ത് തന്നെ അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സത്തും ജോയിന്റ് ചീഫ്സ് ചെയർമാൻ ഡാൻ കെയ്നും ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടില്ല, ട്രംപിന്റെ വാദമൊക്കെ തെറ്റാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇറക്കി. ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കുക എന്ന് പറയുന്നത് അത് അവിടെ തന്നെ ട്രംപിനെതിരെയുള്ള ഒരു സൂചനയാണ്. അതെ. അപ്പോ കിട്ടുന്ന സർവേയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് 60% പേർക്കും ഈ പറയുന്ന യുദ്ധത്തിലേക്ക് അമേരിക്ക പോകണമെന്നൊന്നുമില്ല. കാരണം യുദ്ധത്തിൽ പങ്കെടുക്കുകയും പല യുദ്ധങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ അമേരിക്കക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും എന്ന് വെച്ചാൽ ഒരുപാട് അവരെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് യുദ്ധം. ഏതൊരു രാജ്യത്തെയും 16% പേര് മാത്രമാണ് ഇതില് യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അടിക്ക് ഞങ്ങളുടെ രാജ്യം അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹൊയ് വിടാനൊക്കെ കഴിയും. പക്ഷെ ഈ ഹൊയ് വിടുന്നതിന് ശേഷം ആ രാജ്യത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ 4 ദിവസത്തെ സ്ട്രൈക്ക് നടത്തി. ഈ 4 ദിവസം കൊണ്ട് ഇന്ത്യക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്.
ഈ നമ്മൾ തൊടുത്തു വിട്ടതല്ല. ഒന്ന് സാധാരണ ജനങ്ങളുടെ മരണം, സിവിലിയൻസിന്റെ മരണം. അത് മാത്രമല്ലല്ലോ, ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരുന്ന ഈ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കൊക്കെ വേണ്ടി, അതെ, അത്തരത്തിലുള്ള എല്ലാം കൊണ്ടും അതെ, മില്യണുകളുടെ ഒരു ദിവസം മില്യണുകളാണ് വേണ്ടത്. അപ്പൊ അത്രയും നഷ്ടം ഈ പറയുന്നത് പോലെ. അതുകൊണ്ടാണ് US-ന് ഇപ്പോ US വളരെ ഡെവലപ്ഡ് ആണ്, സാമ്പത്തിക ശേഷിയിൽ ഒന്നാമതാണെന്നൊക്കെ പറയുമ്പോഴും US-ൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സുകാരൻ കൂടിയായിട്ടുള്ള ട്രംപ് അവിടെ ഇവിടെയൊക്കെ ചെന്ന് നിൽക്കുകയും എന്താ പറയാ, കിളി പോയതുപോലെ ഓരോന്ന് പറയുകയും അതിൽ തമ്മിലടിക്കുക, നടുക്ക് നിന്ന് കത്തിക്കാന്ന് പറയും, ഈ നടുക്ക് നിന്ന് കത്തിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പൊ എല്ലായിടത്തേക്കും ആയുധം കൂടി സപ്ലൈ ആവുകയാണ്. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ അത് ട്രംപിന് തന്നെ തിരിച്ചടിയാവുന്നു. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും ട്രംപിനെതിരെ ഉള്ള കാര്യങ്ങളൊക്കെ വിമർശനങ്ങൾ വന്നു തുടങ്ങി എന്ന് പറയുന്നു. ഒരു പക്ഷേ ട്രംപ് ഇംപീച്ച്മെന്റിലേക്ക് പോകാനുള്ള സാധ്യതകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപിനെതിരെ ഇതുണ്ട്, ജനവിരുദ്ധ വികാരമുണ്ട്. അപ്പൊ അതിനെതിരെ തന്നെ നേരത്തെ തന്നെ പ്രക്ഷോഭങ്ങൾ അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു പല കാര്യങ്ങളിലായിട്ട്. ട്രംപ്, നമ്മൾ വിചാരിക്കും ട്രംപ്, നമ്മളിപ്പോഴും പറഞ്ഞു ട്രംപ് ഇന്ന് പറയുന്ന നാളെ പറയില്ല, കിളി പോയി എന്നൊക്കെ പറയുമ്പോഴും അത് എല്ലാ ലോകരാഷ്ട്രങ്ങളും പറയുന്നുണ്ട്. അതെ, പറയുമ്പോഴും പക്ഷേ അതിലൊരു ബിസിനസ്സുകാരന്റെ കണ്ണുകൂടിയുണ്ട്. ബിസിനസ്സുകാരന്റെ കണ്ണുകൂടിയുണ്ട്. ആ ബിസിനസ്സുകാരന്റെ കണ്ണും കൂടി ഉള്ളത് കൊണ്ടാണ് അവരുടെ ബിസിനസ്സുകളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നത്. ആ കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ എന്തായാലും ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി പോലും ട്രംപിനെതിരെയുള്ള കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരുമ്പോൾ ട്രംപ് ഇംപീച്ച്മെന്റിലേക്ക് പോകും. അതാണ് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം. അപ്പോൾ ഇംപീച്ച്മെന്റിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യുദ്ധം നിർത്തിയേ പറ്റുള്ളൂ. ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇറങ്ങിയ ട്രംപാണ്. യുദ്ധം 3ആയി. അതുപോലെ മറ്റു രാഷ്ട്രങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. നാറ്റോ നേഷൻസും ഒക്കെ ഇതിനകത്തേക്ക് പലതരത്തിൽ ഇടപെടലുകൾ വരികയാണ്. ഇതുവരെ ശ്രദ്ധിക്കാതെ കമന്റ് പറയാതിരുന്ന പല രാജ്യങ്ങളും കമന്റ് പറഞ്ഞു തുടങ്ങി. കാരണം സഹിക്കാൻ വയ്യ. ഇപ്പോൾ തന്നെ ഇന്ന് ട്രംപ് യുദ്ധം നിർത്തുന്നു പറയുമ്പോൾ സ്വർണ്ണവില ഇടിഞ്ഞിട്ടുണ്ട്, ഓഹരി വിപണി ഇടിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ വിചാരിക്കും അമേരിക്കയും ഇറാനും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയ നമുക്ക് എന്നാ പ്രശ്നം, നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ അതിലേക്ക് അവിടെ മുതൽ ഇങ്ങനെ തട്ടായിട്ട് താഴേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണക്കാരെ ഉൾപ്പെടെ, അതെ, നമ്മൾ സാധാരണക്കാരെ ഉൾപ്പെടെ ബാധിക്കും. പണ്ടൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, അവിടെ പ്രശ്നം നടക്കുമ്പോൾ നമുക്ക് എന്തിനാ ഇത്ര പ്രശ്നം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, പഠിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളുള്ളതുകൊണ്ട് ട്രംപിന് തൻ്റെ സീറ്റ് എന്തായാലും ഇപ്പൊ കഷ്ടപ്പെട്ട് നേടിയ സീറ്റ് കളയാനായിട്ട് താല്പര്യമില്ല. എനിക്ക് ഈ കസേരയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. ട്രംപ് കസേരയിൽ കയറിയതിന് പിന്നിലും ട്രംപിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് മസ്കിനെ കൂടെ കൂട്ടി ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഡീപ് സ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെട്ട ഒരു ജനങ്ങൾ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, 16% ജനങ്ങൾ, അതെ, അവര് മാത്രമാണ് യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുന്നതിനെ അനുകൂലിക്കുന്നുള്ളൂ. ബാക്കി അത്രയും ശതമാനവും ചിലർ നിഷ്പക്ഷമുണ്ട്. ബാക്കിയുള്ള 60-നും ഈ 16% മാറ്റിവെച്ച നടുക്കുള്ളവർ നിഷ്പക്ഷമായിട്ട് മിണ്ടാണ്ട് നടക്കുന്നവരായിരിക്കാം. പക്ഷെ 60% പേർക്കും, അപ്പൊ ഭൂരിഭാഗം പേർക്കും യുദ്ധം വേണ്ട, തങ്ങളുടെ രാജ്യമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇപ്പൊ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്നുള്ളതാണ് ക്യാമ്പയിൻ. ഈ തൊപ്പിയൊക്കെ വെച്ച് ഇതിരുന്ന് കണ്ടിട്ട് മാത്രം കാര്യമില്ല, മൂപ്പിലാണ് വേറെ വിഷയം. അല്ല, പുള്ളി അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക, അടിക്കട അവിടെ. നമ്മള് പണ്ടത്തെ അമ്മമാരെ സിനിമയും സീരിയലൊക്കെ കാണുമ്പോ പറയുമല്ലോ, അടിക്കണം, അവൻ അടിക്കണം, അതെ, അവൻ അടിക്കണോടാ, അവൻ ചുട്ട മറുപടി കൊടുക്കണം. ഞാൻ എന്റെ ചെറുപ്പകാലത്തിൽ ഈ അമ്മമാരുടെ കൂടെ ഇരുന്ന് TV കാണുമ്പോ ഞാനിത് കണ്ടിട്ടുണ്ട്. അതെ, അപ്പോ അതുപോലെയാണ് ട്രംപിന് ഇവിടെ ഇരുന്ന് തിരി കൊളുത്തിട്ടാ കൊള്ളാം, നടക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ട്രംപ് എന്തായാലും കസേരയിൽ നിന്ന് തെറിക്കാനുള്ള സാധ്യതകളാണ് അമേരിക്കയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ വന്നിട്ട് വീണ്ടും പറയുന്നത്, ഞാൻ ഇവിടെ ഇടപെട്ടിട്ടുണ്ട്, പരസ്പര സഹകരണ സംഘം ഇവിടെ നിർത്തണം, ഇനി ഇതിൽ കൂടുതലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞത് പേടി കൊണ്ട് തന്നെ. ശുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യമായിട്ടും പറഞ്ഞാൽ അത് പേടി തന്നെയാണ്.